എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ വാർത്ത കേട്ടപ്പോഴത്തേക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ കൂടുതലായിട്ടും ഇത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. കൗമാരപ്രായം കഴിഞ്ഞ് വരുന്ന എല്ലാ കുട്ടികളും കൗമാരപ്രായത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. കുട്ടികൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൺകുട്ടികളും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമൊന്നും നോക്കണ്ട. ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്ത് പോവാനായിട്ട് നിൽക്കരുത്. അത് കേൾക്കണം, അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല, ആദ്യം തന്നെ വാർത്ത നിങ്ങളെ കേൾപ്പിക്കാം. പത്തനംതിട്ടയിൽ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തിരുവല്ല കുറ്റപ്പുഴ സ്വദേശിയായ മിഥുൻ രമേശാണ് അറസ്റ്റിലായത്. നഗ്ന ദൃശ്യങ്ങൾ യുവതിയുടെ വീട്ടുകാർക്കും ഇയാൾ അയച്ചു നൽകിയിരുന്നു. മാവേലിക്കരയിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. യുവതിയും പോലീസ് പിടിയിലായ യുവാവും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. എന്താ സംഭവിച്ച അവസരത്തിൽ പലപ്പോഴും സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിലെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും അകന്നു. ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പഴയ രീതിയിലുള്ള അടുപ്പം തുടരാൻ പലതവണ യുവാവ് പെൺകുട്ടിയെ നിർബന്ധിച്ചു. ഇതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് നേരത്തെ പകർത്തിയ ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ഒരു തവണ കേരളത്തിന് പുറത്തുള്ള ഒരു യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. അവിടെ നിന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ഈ ദൃശ്യങ്ങളാണ് യുവതിയുടെ അച്ഛനും സഹോദരനും അയച്ചു നൽകിയത്. ഭീഷണി തുടർന്നപ്പോഴാണ് യുവതി അമ്മയോട് ഇക്കാര്യം പറഞ്ഞത്. പിന്നാലെ പുളിക്കീട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗത്തിനും IT ആക്ട് പ്രകാരവും കുറ്റം ചുമത്തി. ഒളിവിൽ പോയ ഇയാളുടെ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. മാവേലിക്കരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് മിഥുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവല്ല ഡിവൈഎസ്പി S അഷാദിന്റെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ പത്തനംതിട്ട. എന്തല്ലേ, എന്ത് സുന്ദരമായ വാർത്ത. നിങ്ങൾ ഈ കുറേ പേരെങ്കിലും വിചാരിക്കും ഇവരെന്താ ഈ പറയുന്നത്, സുന്ദരമായ വാർത്തയെന്നോ? ഇതാണോ സുന്ദരമായ വാർത്തയെന്ന് തോന്നും. ഇതല്ലാതെ പിന്നെ എന്താ ഞാൻ ഇതിന് പറയുന്നത്? രാവും പകലും അച്ഛനും അമ്മയും ഒരുപോലെ കഷ്ടപ്പെട്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് കടവും ഇടവും ഒക്കെ മേടിച്ച് നല്ല രീതിയിൽ മക്കളെ പഠിക്കാൻ വിടും. ഒന്നും അറിയണ്ട, ഉച്ചവരെ ഇവളുമാർ കിടന്നുറങ്ങും. ഇവളുമാരായാലും അവന്മാരായാലും കിടന്നുറങ്ങും. പാതിരാത്രി വരെ കണ്ടവന്മാരുടെ കൂടെ സെക്സ് ചാറ്റും ചെയ്ത് വീഡിയോയും വിളിച്ച് ഇങ്ങനെ കിടക്കും. എന്നിട്ട് നേരം വെളുത്ത് ഉച്ച ഉറക്കം ഉറങ്ങിയിട്ട് ചാടിപ്പറിച്ച് എഴുന്നേറ്റ് വന്ന് കുളി കഴിഞ്ഞ് പഠിക്കാൻ പോകാനായിട്ട് റെഡിയാവുന്ന കുട്ടി എന്തോന്ന് കുറച്ച് തടിച്ച് പെമ്പിള്ളരാണെങ്കിൽ പോലും അമ്മമാർ ഭക്ഷണമൊക്കെ റെഡിയാക്കി ബാഗിനകത്ത് കൊണ്ട് വെച്ച് കൊടുക്കണം. ചില പെമ്പിള്ളേർക്കാണെങ്കിലുണ്ടല്ലോ പോകുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം എടുത്ത് അമ്മ ഇങ്ങനെ താലം കൊണ്ട് കിടക്കുന്ന കണക്ക് കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കണം. എന്നാൽ പോലും അവളുമാർ തിന്നില്ല. എൻ്റെ മോള് പഠിക്കാൻ പോകുന്നൊരു സമയത്ത്, അതായത് ഡിഗ്രിക്ക് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവൾ ഇതുപോലെ ആഹാരം കഴിക്കൂല. ആഹാരം പൊതുവേ കഴിക്കില്ല. ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് ആഹാരം കഴിക്കാനായിട്ട്. ഞാനൊരിത്തിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ പോകുന്ന സമയത്ത് ഒരു ദോശയെങ്കിൽ ഒരെണ്ണം, ഒരപ്പമെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് പിന്നാലെ കൊണ്ടുകിടന്ന് വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു. അവൾ ഒരുങ്ങുന്ന സമയത്ത് അവൾ തല കെട്ടിക്കൊണ്ടിരിക്കും, ഒരുങ്ങും. അപ്പോൾ ആ സമയത്ത് ഞാനിത് പിച്ച് വായിക്കകത്ത് വെച്ച് കൊടുക്കും. നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്താണ് ഈ കുട്ടികളെ നോക്കുന്നത് അമ്മമാർ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയേറെ നമ്മൾ വയലൻ്റ് ആയി പോകുന്നത്. മനഃപൂർവ്വമല്ല, ആയി പോകുന്നതാണ്. കാരണം നമ്മൾ അമ്മമാരാണ്. അതുകൊണ്ട് ഇന്ന് വേറൊരു കുട്ടിക്കാണെങ്കിൽ നാളെ നമ്മുടെ കുട്ടിക്കാണ് എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഇത്രയധികം അങ്ങ് അത്രയ്ക്ക് വയലൻ്റായിട്ട് സംസാരിച്ച് പോകുന്നത്. എന്ന് വെച്ചാൽ എന്നാൽ നിങ്ങൾ പലരും വിചാരിക്കും കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഭക്ഷണം അങ്ങനെ കൊടുത്ത് വായിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഇല്ല, ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മകൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. പിന്നീട് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ അത് ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു മുറി കഴിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വായിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം ബസ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് പോകണമല്ലോ. അപ്പോൾ അതായിരുന്നു അങ്ങനെ. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ആയിരിക്കും ഓരോ അമ്മമാരും കുട്ടികളെ അത്രയേറെ കരുതലോടുകൂടിയായിരിക്കും നോക്കുന്നത്, സംരക്ഷിക്കുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാണ്ട് ഏതെങ്കിലും ഒരുത്തരുമായിട്ട് ഫോണിൽ കിടന്ന് ചീറ്റ് ചെയ്ത് അവസാനം എന്താണ് സംഭവിക്കുന്നത്? അവൻ ഏതൊക്കെ അറ്റം വരെ പോകണമെന്ന് പറഞ്ഞാലും ഇവളുമാർ അതിനൊക്കെ നിന്ന് കൊടുക്കും. എന്നിട്ട് ഒടുവിൽ ഒളിച്ചും പതുങ്ങി ഇവന്മാർ വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവളുമാർ പോയില്ലെങ്കിൽ യുവമാർക്ക് ഫോണിൽ കൂടെ കാണിച്ചു കൊടുത്തതെല്ലാം അവന്മാർ തിരിച്ച് പലർക്കും കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ എന്തായി? അപ്പോൾ ഇവളുമാർ നൈസിന് ചെല്ലാനായിട്ട് തീരുമാനിക്കും.
തീരുമാനിച്ചു, ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും ചെല്ലാനായിട്ട്, അല്ലെങ്കിൽ അവന്മാരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെല്ലാനായിട്ടും. പിന്നീട് അവന്മാർ തന്നെ വിചാരിക്കും ഇതൊരു ആദായമുള്ളൊരു ഏർപ്പാടാണ്, ഇവളുമാരെ പലർക്കും കൊടുത്ത് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തായിരിക്കും ശരിക്കും ഇവരുമാർ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നത് തന്നെ. ചില പെൺപിള്ളേർ ആത്മഹത്യ ചെയ്യും, ചിലർ ഇതുപോലെ പാരൻസിനെ അറിയിക്കും. പലരും പാരൻസിനെ അറിയിക്കാൻ മടിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. എന്താണിത്? എന്നിട്ട് ഒടുക്കം എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചെറുക്കനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇവളുമാർ പാത്തും പതുങ്ങിയും കൂടെ പോയതൊന്നും പുറത്തു വരില്ല. അവിടെ ബലാത്സംഗമാവും പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന. പോസ്കോ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണെങ്കിൽ പോസ്കോയും വെച്ച് കൊടുക്കും തലയിൽ. എന്തല്ലേ? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെറുക്കന്മാർ വിളിക്കുന്നിടത്ത് പോവാതിരിക്കുക. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോട് എത്ര പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഒരു പുരുഷനായാലും അവൻ അന്യതാണ് എന്ന് കാണാൻ നോയെ നോയെന്നും എസ്സിന് എസ് എന്ന് പറയാനായിട്ട് പഠിക്കണം പെൺകുട്ടികൾ. ഗുഡ് ടച്ചും ബാക്ക് ടച്ചും മനസ്സിലാക്കിയിരിക്കണം. ഇതിനൊക്കെയുള്ള കഴിവില്ലേ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക്? അച്ഛനും അമ്മയും എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഇത്രയും നീളത്തിൽ നാക്കെടുത്തിട്ട് അടിക്കുമല്ലോ പെൺകുട്ടികൾ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വായി കിടക്കുന്ന നാക്കെടുത്തിട്ട് വീട്ടിലുള്ളവർ മുഴുവനും അടിച്ചൊതുക്കാനുള്ള അത്രയും തൻ്റെ ഉള്ള പെൺകുട്ടികളാണ് ഇന്നത്തെ പെൺകുട്ടികൾ. എല്ലാവരെയും അധിക്ഷേപിച്ച് പറയുന്നതല്ല, കുറേ അധികം ആളുകളുടെ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത്. പണ്ടത്തെ കണക്ക് അച്ഛനമ്മമാർ എന്തെങ്കിലും പറയുമ്പോൾ കണ്ണീര് ഒലിപ്പിച്ച് മൂക്കളയും ചീറ്റിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളല്ല പൊതുവേ ഇന്ന് നന്നായിട്ട് പ്രതികരണ ശേഷിയുള്ള കുട്ടികൾ തന്നെയാണ്. ഇന്ന് ഈ കുട്ടികളൊക്കെ കാണുന്നില്ലേ ഓരോ ദിവസവും ഇറങ്ങുന്ന വാർത്ത? അങ്ങനെ പിടിപ്പിച്ചു, ഇങ്ങനെ പിടിപ്പിച്ചു, അവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു, ഇവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഈ പെൺകുട്ടികൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? ഇതൊന്നും കൂടാഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തം പല്ലും വെളിയിലിട്ടുകൊണ്ടിരുന്ന് ചിരിച്ചും കളിച്ചും ഓരോ കമൻറ്റുകളും പറയുമ്പോൾ അതും വിശ്വസിച്ചിട്ട് അവന്മാർ വിളിക്കുന്നിടത്തും പോയി അവന്മാരുടെ ഏതൊക്കെ അറ്റം വരെ കാണിച്ചു കൊടുക്കാമോ ഫോണിൽ കൂടെ അതെല്ലാം ചെയ്യും. അവന്മാരത് നല്ല അന്തസ്സായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒടുവിൽ എന്താണ്, അവന്മാർ നൈസിനങ്ങ് കൈ കഴുകുന്ന സമയത്താണ് ഇവളുമാർ വായിൽ വിരലിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതൊക്കെ? ഈ പെൺകുട്ടികൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? ഒടുക്കം കേസ് വരുന്ന സമയത്ത് ഇവന്മാരുടെ തലയിൽ മാത്രമാവും കുറ്റങ്ങളെല്ലാം വരുന്നത്. ഇപ്പം തന്നെ കൂടെ പോയ പെണ്ണിന് ഒരു പ്രശ്നമില്ല, അവളെ ബലാത്സംഗം ചെയ്തതാണ്, അതും ആൺ സുഹൃത്തിൻ്റെ കൂടെ പോയത്. എന്തിനാണ് ഇവളുമാരെയൊക്കെ വെള്ള പൂശുന്നത് ഇങ്ങനെ? ആൺ സുഹൃത്തിൻ്റെ കൂടെ പോയ പെൺകുട്ടി, ആൺ സുഹൃത്തോ? ഇതാണോ സുഹൃത്ത്? ഇതാണോ സൗഹൃദം? ആ സുഹൃത്തിൻ്റെ കൂടെ പോയ പെൺകുട്ടിയെ ഉപദ്രവിച്ചു ലൈംഗികമായിട്ട്. എന്തല്ലേ? സുഹൃത്തല്ല. ഒരു സുഹൃത്തും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇവളുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, മാന്യനായ പുരുഷൻ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പുരുഷനാണെങ്കിൽ അവൻ തലമുടി ഇഴയിൽ പോലും തൊട്ട് അവളെ അശുദ്ധയാക്കാനായിട്ട് നോക്കില്ല. മനസ്സിലായില്ലേ? വിവാഹത്തിന് മുമ്പ് എത്രത്തോളം പരിശുദ്ധിയുള്ളവളായിരിക്കണം തൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കും. ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി എന്ന് ചിന്തിക്കും. ഒരു പുരുഷൻ ആത്മാർത്ഥമായിട്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും വിരൽത്തുമ്പിപ്പോലും തൊട്ട് അശുദ്ധമാക്കില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോണിൽ കൂടെ ചീറ്റ് ചെയ്ത് ഒടുവിൽ ശരീരഭാഗങ്ങൾ കാണണം എന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് തന്നെ ഈ പൊട്ടികൾക്ക് മനസ്സിലാക്കിക്കൂടെ അവനാൾ ശരിയല്ല, ആ പോക്ക് ശരിയായിട്ടുള്ള ദിശയിലല്ല എന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ അത് എല്ലാം ഒരു ത്രില്ലോടുകൂടി ഏറ്റെടുത്ത് എല്ലാം മൗനമായിട്ട് ആസ്വദിച്ചതിന് ശേഷം പിന്നീട് ഒടുക്കം അവൻ വിളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ചെല്ലാതിരിക്കുമ്പോൾ അവൻ ഭീഷണിയുടെ ഭാഷകൾ സംസാരിച്ച് തുടങ്ങും. അപ്പോൾ നൈസിന് ആ സമയത്തെങ്കിലും അവൾക്ക് ഒഴിവാവാം, ആ സമയത്തെങ്കിലും പാരൻസിനെ അറിയിക്കാം. അതും ചെയ്യില്ല. അപ്പോൾ മാക്സിമം എവിടെയൊക്കെ വിളിക്കുന്നു അവിടെയൊക്കെ പോകുന്നു. ഒടുവിൽ അവൻ്റെ ആവശ്യം കൂടിക്കൂടി വരും. ഇന്നടത്ത് കൂടി പോവാം, അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, പിന്നെ കൂട്ടുകാരന്മാരും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അളിക്കാനും മൂടാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഒന്നുകിൽ കൂടുതലും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെയാണ് കൂടുതലായിട്ട് നടന്നു വരുന്നത്. പാരൻസിനോട് പറയുന്നത് അപൂർവമാണ്. എന്തായാലും ഈ പെണ്ണ് വീട്ടുകാരോട് പറഞ്ഞു. അത് ഇത്രയും വലിയ ഇതായിട്ട് പോവില്ലായിരുന്നല്ലോ. ഇന്നത്തെ കാലത്ത് തല്ല് കൊടുത്ത് വളർത്താത്തതിൻ്റെ എല്ലാ കേടുകളും എല്ലാ മക്കൾക്കും ഉണ്ട്. ഒരു കുട്ടിക്കെന്നല്ല, എല്ലാ മക്കൾക്കും ഉണ്ട് തല്ലുകൊണ്ട് വളരാത്തതിൻ്റെ കേടുകൾ. കാര്യം
ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളെ ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ, പെണ്ണിനെ ആയാലും ആണിനെ ആയാലും ഒന്ന് തല്ലിക്കഴിയുകയാണെങ്കിൽ, ഒന്നുകൂടെ ഒന്ന് തല്ലിക്കഴിയുകയാണെങ്കിൽ, ശരീരത്തെ എവിടെയെങ്കിലും ഒരു നിഗളിച്ച അടയാളമോ വല്ലതും വന്നു കഴിയുകയാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ അറസ്റ്റാണ്, കുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഒന്ന് തല്ലിക്കഴിയുമ്പോഴത്തേക്ക് അവർ പറയും, ഞാൻ പോലീസിനെ അറിയിക്കും, ഞാൻ പോലീസ് മാമൻ്റെ കൂടെ വിളിച്ച് പറയും എന്ന് പറയും, ചെറിയ കുട്ടികൾ പോലും. കാരണം അവർക്കറിയാം നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അച്ഛനമ്മമാർക്ക് പണ്ട് കാലത്താണെങ്കിൽ വരച്ച വരയിൽ നിർത്തി തല്ലുന്ന അച്ഛനമ്മമാരുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയുടെ ഒരു ദിവസം അവരിങ്ങനെ ചോറ് വെച്ചപ്പോഴത്തേക്ക് അരി വെന്തുപോയി. ഒരുപാട് വേവുന്ന ചോറ് ഇഷ്ടമല്ല അമ്മമ്മയ്ക്ക്. അന്നൊക്കെ നാട്ടുമ്പുറത്തിലുള്ള നല്ല നെല്ല് കുത്തിയ അരിയാണല്ലോ, പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഒടുവിൽ അമ്മാമ്മ വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര പേടിയപ്പോൾ ഒരു വടി എടുത്തുകൊണ്ട് ചെന്ന് അത്ര അടിക്കാനായിട്ട്. അവിടെ മൊത്തം പറങ്കങ്കാടായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ ഒത്തിരി പെരയോടമൊക്കെ ഉണ്ട് അമ്മയുടെ വീട്ടിൽ. ഇപ്പോഴല്ല, പണ്ട്. ഇപ്പോൾ അമ്മമ്മയും അപ്പപ്പനൊന്നും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ എൻ്റെ അമ്മ ഓടിച്ചെന്നിട്ട്, പണ്ടത്തെ പറങ്കാവുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഭയങ്കര പൊക്കത്തിലുള്ളതൊന്നുമല്ല, തണ്ടിന് നീളം കുറവാണ്, പടന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. അമ്മ ഓടി പറങ്കാവിൽ കയറി. ഇവിടെ ഇരുന്ന് ലൈവിൽ വരുന്ന അമ്മയാണ് കേട്ടോ. ഓടി പറങ്കാവിൽ കയറി. അമ്മമ്മ തൊണ്ടോ കമ്പോ എന്തോ പറക്കി എറിഞ്ഞു തള്ളിയിട്ടു എന്ന് പറയും. എന്തല്ലേ എറിഞ്ഞു തള്ളിയിട്ടു എന്ന് പറയും. അതെപ്പോഴും പറയാറുണ്ട് ഇവിടെ ഞങ്ങളടുത്ത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു. അതിൻ്റെ പേരിലൊന്നും ഒരു പോലീസോ ഒരു നിയമമോ ഒരു നടപടിയോ ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിലെ അച്ഛനമ്മമാർ മക്കൾക്ക് അതുകൊണ്ട് നല്ല പേടിയായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നല്ല വിരിവ് കിട്ടും, നന്നായിട്ട് കിട്ടും എന്നുള്ള നല്ലൊരു ബോധം ഉണ്ടായിരുന്നു മക്കൾക്ക്. ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അതില്ല. ഒരു പരിധി കൂടുതൽ സ്കൂളിൽ നിന്ന് അടി കിട്ടില്ല, പാരൻസിൻ്റെ നിന്ന് കിട്ടില്ല. പിന്നെന്താണ് അവരുടെ സൗകര്യം? ഒരു കൊറോണ കെട്ടിയെടുത്തത് കാരണം പിള്ളേർക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണുമായി. അപ്പോൾ പിള്ളേർക്കെല്ലാം കാണാനും കേൾക്കാനും എല്ലാത്തിനും സൗകര്യമായി. കുറേയേറെ പിള്ളേർ അതിൽ അഡിക്ഷനുമായി. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ അഡിക്ഷനായിപ്പോയി. അവർക്ക് ഗെയിം കളിക്കാതെ പറ്റില്ല, അല്ലേ? ഗെയിം കളിക്കാതെ പറ്റില്ല, മൊബൈൽ എപ്പോഴും കയ്യിലില്ലാതെ പറ്റില്ല. പിന്നെ എന്തൊക്കെ സംഭവങ്ങൾ കാണാം അതിൽ. ലൈവിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണാം. ഡെലിവറി കാണാം, മറ്റ് പല കാര്യങ്ങളും ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ സംസ്കാരത്തിൽ അത് പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള പല കാഴ്ചകളും മൊബൈൽ ഫോണിൽ കാണാം. ഇതെല്ലാം കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. പെൺകുട്ടികൾ അറിയണ്ടേ, ഇനിയെങ്കിലും പെൺകുട്ടികൾ മനസ്സിലാക്കണ്ടേ. ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ചാവാൻ പോകുന്നതിനേക്കാളും ഭേദം മര്യാദയ്ക്ക് ജീവിച്ചാൽ വല്ല പാടുമുണ്ടോ? ആദ്യം ഒരു കുട്ടി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെയുള്ള ചീത്തപ്പേരുകളൊക്കെ വരുത്തി വെച്ചിട്ട് നിങ്ങളങ്ങ് ചാവും. നിങ്ങൾ ചാവുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഇത് അവിടെ സ്റ്റോപ്പായി എന്ന് തന്നെ കരുതേണ്ടത്. പിന്നെ മരണാനന്തര ജീവിതം, അതിനെക്കുറിച്ച് തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട. പക്ഷേ താങ്കൾ മരിക്കുമ്പോൾ, ഇപ്പോൾ ഈ കുട്ടി മരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയതിന് ശേഷം നാട്ടുകാരായാലും വീട്ടുകാരായാലും പിടിക്കപ്പെടുന്ന നാണക്കേടിൻ്റെ ഭാഗത്തു നിന്നും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പോലും ജീവിച്ചിരിക്കുന്ന വീട്ടുകാർക്ക് നേരിടേണ്ടി വരുന്ന മാനക്കേട് ഒരു കാലത്തും പോവില്ല. ഒരിക്കലും അവർ ഹൃദയത്തിലേറ്റുന്ന മുറിവ് ഉണങ്ങില്ല. ഒരു കുട്ടിയെ കഷ്ടപ്പെട്ട് 10 മാസം വയറ്റിൽ ചുമന്ന് നടന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തിയെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാക്കയ്ക്കും കോഴിക്കും കിളിക്കും ഒന്നിനും കൊത്താതെ തലയിൽ വെച്ച പേനരിക്കും താഴത്ത് വെച്ച ഉറുമ്പരിക്കും എന്നുള്ള രീതിയിലാണ് അച്ഛനും അമ്മയും ഒരേപോലെ കഷ്ടപ്പെട്ടാണ് മക്കൾ വളരുന്നത്. പലരും പറയും അമ്മമാർ കിടന്ന് കഷ്ടപ്പെടുന്നു കുട്ടികളെ വളർത്താൻ. അമ്മമാർ മാത്രമല്ല, അമ്മ ഉറച്ച് വാവിട്ട് കരയുമ്പോൾ അച്ഛൻ നിശബ്ദനായി കരയും. അങ്ങനെയാണ്. അമ്മമാർ കുട്ടികൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ അവർ എടുത്തുകൊണ്ട് നടന്ന് കഷ്ടപ്പെടും. എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ, എൻ്റെ മകളുടെ കാര്യത്തിൽ, മകൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കുടുംബത്താണ് വന്നത്. എൻ്റെ മകളുടെ സമയത്ത് എനിക്കൊപ്പം ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ. ജോലിക്ക് പോയിട്ട് വന്നിട്ട് എനിക്കൊപ്പം എൻ്റെ മകളെ എടുത്ത് നടക്കാനും രാത്രിയിൽ ഉറങ്ങാതെ കിടന്ന് കരയുമായിരുന്നു. കാരണം എൻ്റെ മകൾക്ക് 9 മാസമുള്ളപ്പോൾ ഞാൻ മകനെ കൂടി പ്രഗ്നൻ്റായി. അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊപ്പം ഉറക്കമൊഴിയാനും കുഞ്ഞിനെ എടുക്കാനും എല്ലാത്തിനും എനിക്കൊപ്പം നിന്നൊരു മനുഷ്യനാണ്.
അപ്പോൾ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. കുട്ടികളെ പിന്നെ അമ്മ മാത്രമല്ല, അച്ഛനും അമ്മയും ഒരേപോലെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയെടുക്കുന്നത്. ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കളുടെ വിവാഹം, ജോലി, ജീവിതം, അവരിൽ നിന്നുണ്ടാവുന്ന പേരക്കുഞ്ഞുങ്ങൾ. അതൊക്കെ എല്ലാ അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ്. എൻ്റെയും സ്വപ്നമാണ്. പക്ഷേ അതിനൊക്കെ വിപരീത ദിശയിൽ ഇവളുമാരിങ്ങനെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒടുക്കം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു പിടി കയറിലോ അല്ലെങ്കിൽ ഒത്തിരി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം അവിടെ നശിച്ച് അല്ലെങ്കിൽ അവിടെ തീർന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്കും അച്ഛനമ്മമാർക്കും മറ്റു ബന്ധുക്കൾക്കും സമൂഹത്തിൻ്റെ മുന്നിൽ തലപൊക്കി നടക്കണ്ട. അത്രയ്ക്ക് വലിയ മാനക്കേടായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത പെൺകുട്ടികളാവുന്നല്ലോ ഇന്നെന്ന് ഓർക്കുമ്പോൾ കഷ്ടം തന്നെ. അതേസമയം ആൺകുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഈ ആൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? ഈ പെൺകുട്ടികളും കൂടി ചേർന്ന് തന്നെയാണ് എല്ലാം നടക്കുന്നത്. ആൺകുട്ടികൾ ആദ്യം സ്നേഹം നടിക്കുന്നു, പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ആവുന്നു, ഒടുവിൽ പെൺകുട്ടികൾ അനുസരിക്കുന്നു, പിന്നെ അവരെ അതിക്രൂരമായിട്ട് തന്നെ നിർബന്ധിക്കുന്നു ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചൂഷണത്തിന് ഇവർ വിധേയരായി പോകുന്നു പെൺകുട്ടികൾ. പക്ഷേ പെൺകുട്ടി ഒന്ന് നോ പറയേണ്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തക്ക പ്രശ്നമേ ഉള്ളൂ. എത്ര പ്രണയമെന്ന് പറഞ്ഞാലും അവരെ ചൂഷണം ചെയ്യും എന്നൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് കട്ട് ചെയ്യണം. അതിനുള്ള തൻ്റെ പെൺകുട്ടികൾ കാണിക്കണം. വീട്ടിൽ കിടന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കിടന്ന് കാണിച്ചാൽ പോരാ. അവർ ജീവിതത്തിൽ നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയണം. പിന്നീട് ആൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇവന്മാർ ഈ തെമ്മാടിത്തരങ്ങൾ അത്രയും കാണിച്ചിട്ട് ഒടുക്കം ഈ തെറ്റുകളെല്ലാം ഇവന്മാരുടെ തലയിലാവുമ്പോൾ ഇവന്മാർ ജയിലിനകത്താകുന്നു മാത്രമല്ല, സമൂഹത്തിന് മുന്നിൽ പോലും നാളൊരു സമയം ഇവന്മാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു തെറ്റിൻ്റെ പേരിൽ അകത്താവുന്ന ഒരുത്തനോട് ആരും സ്നേഹത്തോടു കൂടി പെരുമാറില്ല. ആരും ഒരിക്കലും കൂട്ടത്തിൽ കൂട്ടാനും അറയ്ക്കും. ഒരാളെ സാഹചര്യം മൂലം ഒന്ന് കൊന്നിട്ട് ജയിലിൽ പോയാലും ആളുകൾ ക്ഷമിക്കും നാട്ടിൽ വരുമ്പോൾ, പുറത്തു വരുമ്പോൾ. അതേസമയം ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പോകുന്നവന്മാർ പിന്നീട് എത്ര നാൾ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലും അവന്മാരെ ആരും അംഗീകരിക്കില്ല. അന്തസ്സുള്ള ആരും അവരെ കൂട്ടത്തിൽ കൂട്ടാൻ പിന്നീട് അങ്ങ് മടിക്കും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? അവന്മാർക്ക് ഇതുപോലെയുള്ള അവന്മാർക്ക് പറ്റിയ തരത്തിലുള്ള കൂട്ടുകാരെയായിരിക്കും പിന്നീട് അവന്മാർക്ക് കിട്ടുന്നത്. അത് മാത്രമാണോ? ഇത്തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലിനകത്ത് പോകുന്നവന്മാർക്ക് അവിടെ കിട്ടുന്നത് നല്ല സ്വീകരണമൊന്നുമല്ല. ഇങ്ങനെ ചുമ്മാ തലോടി വിടില്ല പോലീസുകാർ. മനസ്സിലായില്ലേ? അവന്മാർക്ക് കിട്ടേണ്ടതിന് അപ്പുറം എത്രയോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്ത ആ ഒരു വലിയ തെറ്റുണ്ടല്ലോ, ആ ഒരു വലിയ തെറ്റിന് അവന്മാർ അവിടെ കിട്ടുന്ന ശിക്ഷ അവന്മാരെ മരണവേദനയേക്കാൾ വേദനയായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷയായിരിക്കും നമ്മുടെ പോലീസുകാർ അവന്മാർക്ക് കൊടുക്കുന്നത്. ജയിലിനകത്ത് കിട്ടുന്നത് അതിനേക്കാളും ക്രൂരതകൾ. ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. സത്യത്തിൽ ഇവന്മാരെ എന്ത് ചെയ്യണം? ഇവന്മാരെയൊക്കെ ബോംബെയിൽ കൊണ്ടുവന്ന് വല്ല ചുമന്ന തെരുവിലും ചാക്കിൽ കെട്ടിക്കൊണ്ട് കളയണം. അതാണ് ഇവന്മാരെയൊക്കെ വേണ്ടത്. കേരളത്തിനകത്ത് ഇതുപോലെയൊക്കെയുള്ള അവിടെ ഉള്ള കണക്കത്തുള്ള ചുമന്ന തെരുവുകൾ കേരളത്തിൽ ഇല്ലാത്തതാണോ ഇവന്മാർക്കൊക്കെ കുഴപ്പം? അതൊന്നും അല്ല ഇവന്മാർക്ക് കുഴപ്പം. നല്ല പത്തൽ വെട്ടി അടി കൊടുക്കണം, ചെറുപ്പത്തിലേ കൊടുക്കണം അടി. എന്താ ചെയ്യല്ലേ? സത്യത്തിൽ പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിലും ടെൻഷൻ തന്നെ, ആൺകുട്ടികളുള്ള അമ്മമാർക്കും ടെൻഷൻ തന്നെ. സത്യമാണ്. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പെൺകുട്ടി എപ്പോഴും എനിക്കൊപ്പം ഉണ്ട്. അവൾ ഡാൻസ് ക്ലാസ് അങ്ങനെ പോവുകയാണ്. പക്ഷേ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനേക്കാളും ടെൻഷനാണ്. സത്യമാണ്. നമ്മുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മകളായാലും മകനായാലും എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല. കാലം അങ്ങനത്തതാണ്. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുള്ളത്, മോനെ, നീ ഇപ്പം ചെറിയ കുട്ടിയാണ്, പക്ഷേ നീ വലുതാകുമ്പോൾ നിനക്ക് എത്ര വയസ്സ് എന്നൊന്നും നീ നോക്കണ്ട. നിനക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നീ ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. നീ കൂടുതലൊന്നും പറയണ്ട. അമ്മ, എനിക്ക് ഒരു ലൈഫ് വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഓരോ പെൺകുട്ടികളെ ഉപദ്രവിക്കരുത്, എന്നിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സാവാറായ ഒരു കുട്ടിയാണ്. അങ്ങനെ പറയാൻ പറ്റൂ. അതിനേക്കാൾ കൂടുതൽ ഭാഷയിൽ പറയാൻ പറ്റില്ല. അത്രയും സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന് മനസ്സിലായിട്ടുണ്ടാവും എന്താവും ഉദ്ദേശിച്ചെന്നുള്ളത്. പിന്നല്ലാതെ എന്താ ചെയ്യുക? ഇനി ആ പെണ്ണിൻ്റെ ജീവിതം എന്താവും? അവൾ ഈ ജന്മം മൊത്തം കരഞ്ഞു തീർക്കുമോ? ഒരു പെൺകുട്ടിയെ, അല്ലെ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ, അല്ലെങ്കിൽ പെൺകുട്ടി പ്രായപൂർത്തിയാവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ,
ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ അവളെ പുറത്തു വെച്ചോ അതിക്രമിച്ച് ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നാളൊരു സമയം അവൾക്കൊരു ജീവിതം കൊടുക്കാനായിട്ട് സന്മനസ്സുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരൻ തയ്യാറായി വരും. കാരണം അത് അവളേതായിട്ടുള്ള തെറ്റിൽ സംഭവിച്ചതല്ലല്ലോ. അതുകൊണ്ട് വരും, തീർച്ചയാണ്. പക്ഷേ അതുപോലെയല്ല ഈ കേസെന്ന് പറയുന്നത്. ഇതുപോലെ വരുന്ന കേസുകളെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ആൺപിള്ളേരുമായിട്ട് ചാറ്റ് ചെയ്യുക, പിന്നീട് അവന്മാർക്ക് സെക്സ് ചാറ്റ് ചെയ്യുക, അതിനുശേഷം അവന്മാർ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്ക് അവന്മാർ വിളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ പിന്നീട് ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായി വരുമോ നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട്? എന്നായാലും അവളെ സമൂഹത്തിൽ പോലും പരിഹാസ കഥാപാത്രമായിട്ടല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. നോക്കൂ, ഇപ്പം തന്നെ സംഭവിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ ആ പെൺകൊച്ച് ചെല്ലാതിരുന്നപ്പോൾ അവൻ കാണിച്ചത് എന്താണ്? ആ പെണ്ണിൻ്റെ അച്ഛനും സഹോദരനും കൂടി അശ്ലീല ഫോട്ടോകൾ അയച്ചു കൊടുത്തിരിക്കുന്നു അവൾക്കുള്ള. അവൾ എങ്ങനെ അവരെ ഫേസ് ചെയ്യും അല്ലേ? അപ്പോൾ അവൻ്റെ മനസ്സ് എന്ത് വികൃതമായിട്ടുള്ള മനസ്സാണ്. അതിനൊക്കെ കാരണക്കാരി ഇവൾ തന്നെയാണ്. ഇവൾ അടങ്ങി ഒതുങ്ങി ഇവളുടെ വീട്ടിലിരിക്കണമായിരുന്നു. എന്നാൽ കുറേച്ച് പേരെങ്കിലും പറയും പ്രായത്തിൻ്റേതായിട്ടുള്ള ചപലതകളെന്ന് പറയും. എന്താ, പണ്ടത്തെ കാലത്തെ ആളുകൾക്കൊന്നും ചപലതകൾ ഉണ്ടായിരുന്നില്ലേ? പണ്ട് കാലത്തുള്ള ആളുകൾക്കും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സമൂഹത്തെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പലതും സഹിക്കുമായിരുന്നു, ക്ഷമിക്കുമായിരുന്നു. അന്നൊന്നും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാനുള്ള വീഡിയോകളും ഫോണുകളും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് മക്കൾക്കുള്ളതുപോലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്താനുള്ള ആഹാര സാധനങ്ങളോ അന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് ഇത്തിരി കുറവുണ്ടായിരുന്നു. എന്തല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ എല്ലാ സഹോദരന്മാരോടും അതുപോലെ കുഞ്ഞു കുഞ്ഞു മക്കളോട്, ആൺകുട്ടികളോടായാലും പെൺകുട്ടികളായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾക്ക് ചെന്ന് നിന്ന് കൊടുക്കരുത്. ഒരു കാരണവശാലും നിന്ന് കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു. അത് പെണ്ണിനായാലും ആണിനായാലും. പെൺകുട്ടികളുടെ ലൈഫേ അവിടെ തീർന്നു. പിന്നെ ആൺകുട്ടിയുടെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതവും അവിടെ തീരുകയാണ് മോനെ. കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ച് കഴിയുമ്പോൾ പിന്നീട് അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കാര്യം വച്ചിട്ട്. പിന്നീട് സമൂഹത്തിൽ എല്ലാവരും വെറുപ്പോടുകൂടി നോക്കുകയും പിന്നീട് അവർക്ക് സമൂഹത്തിൽ പോലും പേടിയാവും ആളുകളുടെ മുന്നിലേക്കൊക്കെ ഇറങ്ങാൻ. പിന്നീടെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുന്ന പെൺകുട്ടികൾക്ക് പിന്നീട് അവർക്ക് ഈ പറയും പോലെ തന്നെ ഡിപ്രഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആരുമില്ല എന്നുള്ള തോന്നൽ, ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം, അങ്ങനെയൊക്കെ അവർ കരഞ്ഞായിരിക്കും അവർ തീർക്കുന്നത്. അവരുടെ ദേഹം നൊമ്പലപ്പെടുത്താനും അവരെ തല്ലാനും കൊല്ലാനും ഒന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ ഇത്തരം തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്ന ആൺകുട്ടികൾക്ക് കിട്ടുന്നതുണ്ടല്ലോ, താങ്ങാൻ പറ്റാത്ത ശിക്ഷാ മുറകളായിരിക്കും പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ ഒപ്പം തടവുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ശിക്ഷാവിധി പൂർത്തിയാക്കി ഇറങ്ങുന്നതിനാവും വെച്ച് ശരീരം വെറുതെ കേടായിക്കൊണ്ടിരിക്കും. ഒരിത്തിരി നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അനുഭവിക്കുന്നത് ജീവിതകാലം മുഴുവനുമുള്ള ദുഃഖം തന്നെയായിരിക്കും. താങ്ങാനാവാത്ത പ്രാണവേദനയായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അത്തരത്തിൽ ജീവിതമൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ തന്നെ അറിയിക്കൂ. നിങ്ങൾക്കൊരു ലൈഫ് വേണമെന്ന് നിങ്ങൾ പറയാൻ തയ്യാറാവൂ. അതിനുള്ള തൻ്റെ ഇടം കാണിക്കൂ. ഇതുപോലെ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒളിച്ചും മറിച്ചും കൊണ്ടുപോയി അവരെ നശിപ്പിച്ച് അവരെ ചീട്ട് കീറുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളുടെ പാരൻസിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ലൈഫ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ കാശിന് വേണ്ടിയിട്ട് റോഡ് വരെ നടക്കുന്ന എത്രയോ അലവലാതി പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ അവരുടെ പിന്നാലെ വയ്ക്കോ? കേസും വഴക്കുമില്ല, ഒന്നുമില്ല, ആരുടെ ജീവിതവും നശിക്കുന്നില്ല. അവളുമാരൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വേണേലും വിളിച്ചാൽ കൂടെ പോകും എന്നുള്ള കക്ഷികളാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ രോഗമൊന്ന് ചാവാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാനീ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു മെസ്സേജാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് പറയുന്നതല്ല. നിങ്ങളുടെ ഭാവി നശിക്കും. അത്രയ്ക്ക് മോശമായ വഴിയാണത്. നിങ്ങളുടെ ഭാവി നശിക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനർത്ഥം നിങ്ങൾ ഇതുപോലെ പോകണം എന്നല്ല. ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്കൊരു 21 22 വയസ്സോ പൂർത്തിയായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ അറിയിക്കുക. ഞങ്ങൾക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്കൊരു ലൈഫ് ഉണ്ടാക്കി തരുമെന്ന് പറ. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്,
സ്വന്തം കാലിൽ നിന്ന് ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാവണം. അതുണ്ടാവണം. ആരെയും കൂസാതെ തന്നെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണെങ്കിൽ അവളെ പോറ്റാനുള്ള കഴിവുണ്ടാവണം. അതുണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് പറയണം, എനിക്കൊരു ലൈഫ് ഉണ്ടാവണം എന്ന്. നിങ്ങൾക്ക് നേരിട്ട് പറയാൻ വയ്യെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള കസിൻസിനെ ആരെങ്കിലും കൊണ്ട് പറയിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ പാരൻസിനും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ പോലെ ആൺകുട്ടികളെ കറവ പശുവിൻ്റെ കണക്ക് ഇങ്ങനെ ഇട്ട്, എന്നാൽ ചോദിക്കും പണ്ടത്തെ കാലത്ത് അങ്ങനെയാണോ എന്ന്. അങ്ങനെയാണെന്നല്ല, മാക്സിമം നിങ്ങൾ മക്കളുടെ മനസ്സ് മനസ്സിലാക്കുക. മക്കൾക്കൊരു 10-24 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾക്ക് എപ്പോഴാണ് മാരേജ് വേണമെന്ന് തോന്നുന്നത് എങ്കിൽ നിങ്ങളത് പറയണം എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം വീട്ടിൽ മക്കൾക്ക് കൊടുക്കുക. അത് ആൺമക്കൾക്കായാലും പെൺമക്കൾക്കായാലും കൊടുക്കുക. നിങ്ങൾക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു ലൈഫ് വേണം. അത് നിങ്ങൾ ഒരു കാരണവശാലും മറച്ചു പിടിക്കരുത്. നിങ്ങളുടെ പ്രായമോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ പോറ്റാനുള്ള ചങ്കുറപ്പും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി എന്ന് പറയുക. നിങ്ങളെ മോനോടായാലും മകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആൺകുട്ടികളോട് പറയുക. അത്രയും ഫ്രീഡം അവർക്ക് കൊടുക്കുക നിങ്ങൾ, എന്തും തുറന്നു പറയാനുള്ള. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പിന്നെ നല്ലൊരു ശിക്ഷാവിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒരു മാറ്റം ഇതിൽ വരും. ശിക്ഷാവിധിയും കൂടെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ. അതുപോലെ പെൺകുട്ടികളടുത്ത്, നിങ്ങളുടെ പെൺകുട്ടികൾ പാതിരാത്രി ആകുമ്പോൾ ഈ ഫോണും കൊടുത്ത് അങ്ങ് കിടപ്പറയിൽ വിടാതിരിക്കുക. മാക്സിമം ഫോൺ മേടിച്ച് വെക്കുക. തീരെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ എറിഞ്ഞങ്ങ് പൊട്ടിക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണല്ലേ, പ്രാവർത്തികമാക്കാനാണ് പാട്. ശരിയാണ്, മനസ്സിലാവുന്നുണ്ട്. എല്ലാ പാരൻസും ഒരുപോലെ ചിന്തിക്കണം എന്നില്ലല്ലോ. എല്ലാ മക്കളും ഒരേ രീതിയിലുള്ളവരല്ല. വീട്ടിൽ വലിയ വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന മക്കളും ഉണ്ടാവും. എന്തു തന്നെയാണെങ്കിലും പാരൻസിനൊക്കെ പരിമിതികളുണ്ട്. മക്കളുമാരത് മനസ്സിലാക്കി ജീവിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു അമ്മ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സഹോദരി പറയുന്നത് പോലെ കേൾക്കുക, മനസ്സിലാക്കുക. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം, തള്ളിക്കളയാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കും. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അത്രയ്ക്ക് വിഷമം തോന്നിയതുകൊണ്ടാണ്. ഓരോ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നല്ല വേദന തോന്നുന്നു. മുതിർന്ന 2 കുട്ടികളുടെ അമ്മയായതുകൊണ്ടാണ്. 18 വയസ്സാവാറായ ഒരു ആൺകുട്ടിയും 19 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയുള്ളൊരു അമ്മയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. നന്ദി, നമസ്തേ. ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് വേണമെന്നോ കമൻറ്റ് വേണമെന്നോ ഷെയർ വേണമെന്നോ സബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം പറയാൻ തോന്നുന്നില്ല. പേടിയാണ് എനിക്ക്. ഓരോ ആൺകുട്ടികളെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെത്ര വലിയ കുറ്റകൃത്യം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഞാൻ അവിടെ എൻ്റെ മകനെയാണ് കാണുന്നത്. അപ്പോൾ പേടിയാണ് എനിക്ക്. മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ നല്ല ടെൻഷനാണ്. എന്തോരം തല്ല് കിട്ടും, എന്തുമാത്രം ശിക്ഷ ഇവൻ അനുഭവിക്കണം, ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇവനെ നേരെയാക്കാൻ ഇവൻ്റെ വീട്ടുകാർക്ക് പണ്ട് തൊട്ടേ പറ്റിയില്ലായിരുന്നോ, അത് ഇവന് വേണ്ടുന്ന കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് ഇവനെ നല്ല രീതിയിൽ കൊണ്ടുവന്നുകൂടായിരുന്നോ എന്നൊക്കെയുള്ള ആകുലതകൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ പെൺകുട്ടികൾക്ക് സംഭവിക്കുമ്പോഴും ഞാൻ എൻ്റെ മകളെയാണ് കാണുന്നത്. അതിലൂടെ എന്നെ തന്നെയാണ് കാണുന്നത്. കാരണം ആ കുട്ടിയുടെ ജീവിതം അതുകൊണ്ട് എന്താവും എന്നൊക്കെയുള്ള ആ ഒരു ആദിയൊക്കെയാണ്. പിന്നെ 100% ഞാൻ പെൺകുട്ടികളെ ഒരുപാട് കുറ്റം പറയും. ഈ ആൺകുട്ടികൾ വിളിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഓടിപ്പോകാനായിട്ടിരിക്കുന്നതുകൊണ്ട് അഹങ്കാരമാണ് മക്കൾക്ക് കൂടുതലും. പുസ്തകത്തിന് പുസ്തകമുണ്ട്. പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് മേടിച്ചാൽ അതിൻ്റെ ഈ സൈഡിലും ആ സൈഡിലും സെൻറ്ററിലും അതിൻ്റെ അപ്പുറത്തും ഒക്കെ വെച്ചിട്ട് എഴുതുമായിരുന്നു, ഇല്ലേ? അങ്ങനെയൊക്കെ എഴുതുന്നവരില്ലേ നിങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഒരു ഡ്രസ്സ് മേടിച്ചാൽ അത് എത്ര നാൾ യൂസ് ചെയ്യുമായിരുന്നു? കീറിപ്പോയാൽ തച്ച് ഇടുമായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രസ്സിൻ്റെ സ്ഥാനത്ത്, ഭഗവതി സാക്ഷിയായിട്ട് ഡ്രസ്സിൻ്റെ സ്ഥാനത്ത് എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നിട്ടില്ല. തച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, കൈത്തയിലൊക്കെ. അത് പെറ്റിക്കൊട്ട് പോലുള്ള സംഭവങ്ങൾ മാത്രം. ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ അല്ലാതെ പുറമേ ഇടുന്ന ഡ്രസ്സുകൾ ഒരുപാട് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വിഷമം തോന്നും നമുക്ക്. ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ തലമുറകൾ ഇങ്ങനെ അതപ്പതിച്ച് പോകുന്നത് കാണുമ്പോൾ നല്ല മനപ്രയാസം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നത്. ദയവ് ചെയ്ത് നമ്മുടെ മക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള തെറ്റുകൾ ആരും ചെയ്യാതിരിക്കുക.
നിങ്ങളോട് അപേക്ഷയാണ് മക്കളെ, അപേക്ഷയാണ്. നിങ്ങളുടെ ജീവിതം ഒന്നും അല്ലാതായി പോകുന്നത് കാണുമ്പോഴുള്ള വേദന കൊണ്ട് പറയുന്നതാണ്.